ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതി തസ്ലിമ സുൽത്താനയ്ക്ക് ലഹരി ഇടപാടുകൾക്ക് പുറമെ സിനിമാ താരങ്ങളുമായി സെക്സ് റാക്കറ്റ് ഇടപാടുകൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തൽ. തസ്ലിമയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് നിർണായക വിവരം ലഭിച്ചത്. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകിയെന്നും പോലീസ് കണ്ടെത്തി. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ബെയ്പൂർ സുൽത്താൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇടവഴിയിലൂടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ ഈ വാർത്ത പറഞ്ഞു തീരുമ്പോഴേക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓവർ ടു മനീഷ് മഹിബാൽ. SKN നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വാണിഭത്തിന് എത്തിച്ചു നൽകിയതിൽ പോക്സോ കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് തസ്ലിമ സുൽത്താന. ഇവർക്ക് അതുകൊണ്ട് തന്നെ ഈ ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, എറണാകുളം തുടങ്ങിയിട്ടുള്ള സിനിമാ മേഖലകളുമായി ബന്ധപ്പെട്ട് ലഹരി ഇടപാടുകൾ മാത്രമല്ല കൊട്ടേഷൻ സംഘങ്ങളുമായി ഒപ്പം തന്നെ ഈ പെൺവാണിഭ സെക്സ് റാക്കറ്റിലെ ആളുകളുമായി തന്നെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ എക്സൈസിന് അറിയാമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവർ ഈ ലഹരി എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ആദ്യം വിട്ടു പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ചില കാര്യങ്ങൾ അവർ പറഞ്ഞു. പിന്നെ ഈ പോലീസ് എക്സൈസ് നടത്തിയ ശാസ്ത്രീയ പരിശോധന, ഫോൺ നടത്തിയ പരിശോധനയിലാണ് കുറെ കൂടി വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ചാറ്റ് ഹിസ്റ്ററി കുറെ കൂടി ലഭ്യമാകാനുണ്ട്. നിലവിൽ ലഭിച്ച വിവരം അനുസരിച്ച് ഒരു പ്രമുഖ താരത്തിന് ആ താരവുമായി ലഹരി ഇടപാടുകൾ ഇല്ല എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. പക്ഷേ ഈ താരവുമായി വർഷങ്ങളായിട്ടുള്ള ബന്ധം ഫോണിൽ ഉണ്ട് എന്നുള്ള കാര്യം എക്സൈസിന് വ്യക്തമായിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം, അതായത് ഈ പ്രതി തസ്ലിമ സുൽത്താനെ പിടികൂടുന്നതിന് ഒരാഴ്ച മുൻപ് വരെ ഈ താരത്തിന് ഒരു മോഡലിന്റെ ഫോട്ടോ അയച്ചു നൽകിയ ശേഷം 25,000 രൂപയാണ് റേറ്റ് എന്ന് അയച്ചു നൽകിയതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഈ താരം ആരാണെന്നുള്ള കാര്യം എക്സൈസ് പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ ലഹരി ഇടപാടുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്കും ഒപ്പം തന്നെ ശ്രീനാഥ് ഫാസി തുടങ്ങിയവരുടെ പേര് ഈ മൊഴിയായി ഇവർ പറയുകയും ഇവരുടെ ഫോണിൽ നിന്നും ഇവരുമായിട്ടുള്ള ചാറ്റുകളും കണ്ടെത്തിയിരുന്നു. ഇത് അവരല്ലാതെ മറ്റൊരു താരമാണ് എന്നുള്ള വിവരമാണ് എക്സൈസ് പറയുന്നത്. പക്ഷേ അയാളുടെ പേര് വിവരങ്ങൾ വ്യക്തമാക്കുന്നതിന് ഒപ്പം തന്നെ ഈ കേസിൽ ഇന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ കൊടുക്കുകയില്ല. മറ്റു തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷമായിരിക്കും ഇവർക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകി ഇവരെ ചോദ്യം ചെയ്യുക. ഒപ്പം തന്നെ സമാന്തരമായി എക്സൈസിന്റെ ഇന്റലിജൻസ് കൂടി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസ് ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറാണ് അന്വേഷിക്കുന്നത്. പക്ഷേ ഇന്റലിജൻസ് കൂടി സമാന്തരമായി രാജ്യാന്തര തലത്തിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുൻപ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും 15 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു. പക്ഷേ വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇത് എത്താനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇത് തായ്ലൻഡിൽ നിന്ന് എത്തിച്ചു എന്നാണ് പ്രതികൾ ഒടുവിൽ സമ്മതിച്ചിട്ടുള്ളത്. തായ്ലൻഡിൽ നിന്നും വിമാനമാർഗം ബാംഗ്ലൂരിലേക്ക് എത്തിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനകളൊക്കെ തന്നെ കഴിഞ്ഞ് എങ്ങനെ ഇത് നാട്ടിലേക്ക് എത്തി, നിരത്തുകളിലേക്ക് എത്തി എന്ന വിവരമാണ് എക്സൈസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റലിജൻസിന്റെ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നതിന് മുൻപായി തന്നെ എന്തൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തസ്ലിമ സുൽത്താനയ്ക്ക് 3 പേരുകളാണ് ഇവർ അറിയപ്പെട്ടു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റ് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ടോ എന്നുള്ള സംശയവും പോലീസുണ്ട്. നേരത്തെ കൊച്ചി കേന്ദ്രീകരിച്ച് ഒരു ഗുണ്ടാ സംഘവുമായി അടുത്ത ഇടപാടുകൾ ഇവർ നടത്തിയിരുന്നു. അങ്ങനെ ചെന്നൈയിലും എറണാകുളത്തും ഒക്കെയായി ഇവർക്ക് ഒത്തിരി സ്വത്ത് സമ്പാദനം കൂടിയുണ്ട്. 3 വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ പേര് മാറ്റി ക്രിസ്റ്റീൻ എന്ന പേര് സ്വീകരിച്ചതും എറണാകുളത്തൊരു സ്ഥാപനം തുടങ്ങിയതും. SKN. താങ്ക് യു. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.